വിളിക്കൂ. എന്താ പേര്? ശ്രീദേവി. ഗർഭിണിയാണല്ലേ? ജയിൽ ഡോക്ടറെ കാണിച്ചിട്ട് അഡ്മിറ്റ് ചെയ്താൽ മതി. യെസ് സർ. പൊയ്ക്കോളൂ. സർ, യു ക്യാൻ ഗോ. പ്രിയമുള്ളത്, CAC-യുടെ ഗാനങ്ങൾ ആരംഭിക്കുക. ആദ്യമായി ഇനി എത്ര രാഗങ്ങൾ എന്ന ചിത്രത്തിലെ ഒരു ഗാനം പാടുന്നത് ശ്രീദേവി. അല്ല, ശ്രീദേവി ഉറക്കമായോ? വീടെത്തി. വരട്ടെ. ഒറ്റയ്ക്ക് പോകണ്ട, ഞാൻ കൊണ്ട് മാറ്റാം. വേണ്ട, ഞാൻ പൊയ്ക്കോളാം. ആരാ? ട്രൂപ്പിന്ന് മാനേജർ സാറ് പറഞ്ഞിട്ട് വന്നതാ. മാനേജർ സാറോ? അതെ. നിങ്ങളോ? എന്തായി പാതിരാത്രിയിൽ? എന്നെ തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? ട്രൂപ്പ് മാനേജറുടെ പേര് പറഞ്ഞാലേ വാതിൽ തുറക്കുമെന്ന് എനിക്കറിയാം. ഒരു ചെറിയ കള്ളം പറയേണ്ടി വന്നു. നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? സുന്ദരിയായ ഒരു പെൺകുട്ടി തനിച്ച് താമസിക്കുന്ന വീട്ടിൽ ആരോഗ്യവും കരുത്തുമുള്ള ഒരു ചെറുപ്പക്കാരൻ പാതിരാത്രി കയറി വരുന്ന എന്തിനായിരിക്കും? മര്യാദയ്ക്ക് ഇവിടുന്ന് പോകും. ഇല്ലെങ്കിൽ
ഒന്നും കഴിക്കത്തില്ലേ? മണി 5 ആദ്യമൊക്കെ ഇങ്ങനെയാ. 1-2 ദിവസത്തേക്ക് ഒന്നും കഴിക്കാൻ തോന്നൂല. പിന്നെ കൈ കിട്ടുന്നതൊക്കെ വാരി വലിച്ചു തിന്നോളൂ. എന്താ അവിടെ? ഒന്നുമില്ല. മതി മതി പോ. ഗുഡ് ഈവനിങ് കുട്ടി. എന്താ രവിട്ട് എന്ന് ലേറ്റായി? ഉച്ചയ്ക്ക് ഫോൺ ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്താ വിളിക്കായിരുന്നത്? ഉച്ചയ്ക്ക് വേറെ എവിടെയെങ്കിലും പോയിരുന്നോ? എന്ത് ചോദിച്ചാലും ഞാൻ ചായ എടുത്തോണ്ട് വരാം. വേണ്ട. എന്താ? എനിക്കറിയാം, ഇന്ന് കുടിച്ചിട്ടുണ്ടല്ലേ? പിന്നെ പിന്നെ കുടിക്കുന്ന ദിവസമാ രവിട്ടൻ ഹോൾസും ചോദിച്ചോണ്ട് വരുന്നത്. നീ നമ്മുടെ അഡ്വക്കേറ്റ് മോഹന്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ഞങ്ങൾ എല്ലാവരും ഓരോ സ്മാൾ അടിക്കണമെന്ന് അവനൊരു വാശി. ഞാൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചതാ, പക്ഷെ അവൻ സമ്മതിക്കണ്ടേ? അതെ അതെ, കുടിക്കാൻ ഓരോരോ കാരണങ്ങൾ. എന്തിനാ രവിട്ടൻ ഇങ്ങനെ തുടങ്ങുന്നത്? അത് കൊള്ളാം. അല്ല, നിന്നെ ഞാൻ കല്യാണം കഴിച്ചിട്ട് 2-2.5 വർഷമായില്ലേ? എന്നിട്ട് നിന്റെ എന്തിയെ എന്തിട്ടാ കുട്ടിയെ എന്നുള്ള ഈ വള്ളുവനാടൻ ഭാഷ മാറ്റാറായില്ലേ? വേണ്ട വേണ്ട, മറിക്കാനൊന്നും നോക്കണ്ട. ചൂടാകാതെ മാഡം, നമുക്ക് വഴിയുണ്ടാക്കാം. വാ. എന്താണ് ഡോക്ടർ? കുഴപ്പമൊന്നുമില്ല, ഗർഭത്തിന്റെ ലക്ഷണമാണ്. അല്പ പ്രശ്നമുണ്ട്. തൽക്കാലത്തേക്ക് ഞാൻ ഇഞ്ചക്ഷൻ കൊടുക്കും. ആ, ഇവരെല്ലാം വേഗം വാർഡിലേക്ക് കൊണ്ടു പോണോ? ഒന്നും പറഞ്ഞു പോലും എന്താണെന്നൊന്ന് പറഞ്ഞും കൂടെ ഇല്ല. ഓ, എന്നാലും അവൾ ഒപ്പിച്ചോണ്ട് ആളോടി വന്നത് ഭയങ്കര